Good morning, all. So, today we are going to start the second unit of this paper, that is microwave spectroscopy. So, this kind of spectroscopy, here we get spectra in the microwave region, and it is concerned with the study of rotating molecules. ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന മോളിക്യൂൾസിൽ ഡിഫറെൻറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽസ് ഉണ്ടാകും. ആൻഡ് ഈ എനർജി ലെവൽസിൽ എല്ലാം ക്വാണ്ടൈസ്ഡ് ആയിരിക്കും, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, so if transition is taking place between different rotational energy levels, we will get rotational spectra. Okay, and this rotational spectrum will be in the microwave region. That is why it is called a microwave spectroscopy. Clear? So നമ്മൾ പറയുന്നത് ഒരു 3-dimensional ബോഡിയുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. ആൻഡ് ടു എക്സ്പ്ലെയിൻ ദ റൊട്ടേഷണൽ മോഷൻ ഓഫ് എ മോളിക്യൂൾസ് വി ഹാവ് ടു ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു റിസോൾവ് it into rotational components about 3 mutually perpendicular direction which is passing through the center of gravity. Okay, അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ റൊട്ടേഷണൽ മോഷനെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുക. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ ഡിഫറെൻറ്റ് ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു ആക്സിസ് നമ്മുടെ മോളിക്യൂൾ ഡിഫറെൻറ്റ് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു ബോഡിയുടെയും റൊട്ടേഷണൽ മോഷനെ 3 പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സിസിന് എബൌട്ട് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദോസ് ആക്സിസ് ആർ നോൺ ആസ് പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, സോ നിങ്ങൾക്കറിയാം ഒരു ബോഡിയുടെ റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ ആക്സിസ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ. ഒരു ബോഡിയിൽ ഡിഫറെൻറ്റ് ആക്സിസ് ഇതിലേക്കൂടെയാണോ ഉള്ളത് അതനുസരിച്ച് ആ ബോഡിയുടെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളൊരു മോളിക്യൂളിൽ 3 ആക്സിസ് പ്രിൻസിപ്പൽ ആക്സിസ് പോസിബിൾ ആണെങ്കിൽ ഈ ഓരോ ആക്സിസിലും ഓരോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും ഉണ്ടാവുക. സോ വി വിൽ ഹാവ് 3 kinds of principal moment of inertia also. Okay, so here we are considering 3 axes A, B and C, and we will have 3 moment of inertia IA, IB and IC. Okay, so with respect to these 3 quantities we are going to divide molecules into different groups. So ഇത്തരത്തിൽ പ്രിൻസിപ്പൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ടേംസിൽ നമ്മൾ മോളിക്യൂൾസിനെ പ്രധാനമായിട്ടും കുറേ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആസ് ലീനിയർ മോളിക്യൂൾസ്. So from the name itself it is understood that those molecules in which atoms are arranged in a straight line. So example HCl. Here H and Cl are arranged in a straight line. Another example is carboxy sulfide. So it is also a linear molecule. Okay, so in a linear molecule we may have 3 moment of inertia, 3 axes A, B, C, and moment of inertia is IA, IB and IC. Okay, so axis A is about the bond axis. ഈ ബോണ്ട് ലെങ്തിലൂടെ പോകുന്ന ഈ ബോണ്ട് ആക്സിസിലൂടെ പോകുന്ന പാസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ആക്സിസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ദിസ് ഈസ് നോൺ ആസ് IA. Okay, IB is an axis which will help to promote the end-over rotation of the molecule. അതായത് it will be perpendicular to A axis and H and Cl will be under a end-over rotation. അതായത് അത് സൈഡിലൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, അബൌട്ട് ദാറ്റ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻഡ് ഓവർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ദ പ്ലെയിൻ ഓഫ് ദ പേപ്പറിൻ്റെ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്താ ബി ആക്സിസ്. ഓക്കെ, സി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ബി ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ബി ആക്സിസ് എന്ന് വിളിക്കുക, വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. Okay, so we may have 3 axes A, B and C. A axis will be along the bond axis, B will be perpendicular but in the plane of the paper, and C will be perpendicular to both A and B. Okay, so അതായത് നമ്മൾ സാധാ X, Y, Z കൺസിഡർ ചെയ്യുന്ന പോലെ തന്നെയാണ്. Clear? Now for a linear molecule,
Since A axis is passing through the bond axis ലൂടെ ആയതുകൊണ്ട് തന്നെ what is the equation for moment of inertia? mr square അല്ലേ? അപ്പോൾ what will be r? r എന്ന് പറഞ്ഞാൽ it is the distance അല്ലേ? distance between mass and center of gravity അല്ലെങ്കിൽ ആക്സിസും നമ്മുടെ ആറ്റവും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് അല്ലെങ്കിൽ മാസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് r എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ബോണ്ട് ആക്സിസിലൂടെ തന്നെയാണ് എ ആക്സിസ്. അതുകൊണ്ട് തന്നെ ദിസ് ആക്സിസ് വിൽ ബി പാസിംഗ് ത്രൂ ബോത്ത് H and Cl, that is both the passing through both the masses. Clear? അപ്പോൾ what will be the distance between the axis and mass? Distance is 0 because the axis is passing through the mass. Okay, so here for A axis, since the axis is passing through the mass, R will be 0, then IA will be 0. Okay, but what about IB and IC? So here IB is the axis passing through the center of gravity. Okay, then the distance will be there will be some distance r and it will be what mr square. So actually ഇവിടെ m അല്ല mr square എന്നല്ല നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ mu r square എന്നായിരിക്കും. എന്തുകൊണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ സാധാരണ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറയുമ്പോൾ ഒരു മാസ് m ഉണ്ട്. ഓക്കെ, ആ m ഒരു ആക്സിസ് ഇവിടെയാണ്, എം എന്ന് പറഞ്ഞ മാസ് ഇവിടെയുണ്ട്, അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആരാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ mr സ്ക്വയർ എന്ന് പറയുക. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ 2 മാസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് പ്രശ്നം? ഇവിടെ 2 ആക്സിസ് ഉള്ളത് കൊണ്ട് തന്നെ 2 മാസ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് മാസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വരും. അത് നമ്മൾ ഇനി അങ്ങോട്ട് ഡിറൈവ് ചെയ്യും. അതുകൊണ്ട് വി ഹാവ് ടു കൺസിഡർ ദി എഫക്റ്റ് ഓഫ് 2 മാസസ്. ഇവിടെ m1 m2 എന്ന് പറഞ്ഞ മാസ് ഉണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൺസിഡർ ചെയ്യുമ്പോൾ m1ഉം m2ഉം നമ്മൾ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് നമുക്ക് I = mr square എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ നമുക്കിവിടെ പറയാൻ കഴിയില്ല. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് m mass we are using a term containing both the masses m1 and m2 and that is denoted as mu. Okay, so we will call it as mu r square. Okay, അപ്പോൾ എനിവേ ബി ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്താലും അതേ പോയിന്റിലൂടെ സി ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്താലും ഈ 2 ആക്സിസ് കൺസിഡർ ചെയ്താലും ഇവിടെ വ്യത്യാസം എന്താണ്? ഡിസ്റ്റൻസ് റിമൈൻസ് സെയിം അല്ലേ? മാസും സെയിം തന്നെയാണ്. ആക്സിസ് പാസ് ചെയ്യുന്നത് ഒരേ പോയിന്റിലൂടെയാണ്. സോ mu r square will be same. Therefore IB is equal to AC. Clear? So this is the condition for a linear molecule. IA is equal to 0 and IB is equal to IC. The second condition is, the second classification is symmetric top. Okay, example is methyl fluoride CH3F. Okay, this methyl fluoride we have it have 3 hydrogen atoms and it is bonded tetrahedrally to the carbon. Okay, അതൊരു ടെട്രാഹൈഡ്രലി കാർബണുമായിട്ട് ടെട്രാഹൈഡ്രൽ അറേഞ്ച്മെൻ്റ് ആണ് ഇതിനുള്ളത്. സോ നമ്മൾ ലീനിയർ മോളിക്യൂൾസിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ വി ആർ ടേക്കിംഗ് IB and IC ആസ് എൻഡ് ഓവർ റൊട്ടേഷൻ ആണ്, ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ എൻഡ് ഓവർ റൊട്ടേഷൻ ആണ്. ആൻഡ് വി ആർ ടേക്കിംഗ് ദ A ആക്സിസ് അബൌട്ട് ദ CF ബോണ്ട്. ഇവിടെ ഒത്തിരി ബോണ്ട് ഉള്ളതുകൊണ്ട് തന്നെ A ആക്സിസായി ഞാൻ എടുക്കുന്നത് CFലൂടെ പാസ് ചെയ്യുന്ന ബോണ്ടിനെയാണ് ഞാൻ എന്തെന്നെടുക്കുന്നത് A ആക്സിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ ഇവിടെ നമ്മൾ A ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുവെങ്കിലും ഇവിടെ CF എന്ന് പറയുന്ന 2 ആറ്റംസ് മാത്രമേ നമ്മുടെ ഈ A ആക്സിസിലൂടെ പോകുന്നുള്ളൂ. ഓക്കെ, ഈ CHകളെല്ലാം ഇറ്റ് ഇസ് നോട്ട് അലോങ് A ആക്സിസ്. സോ IA വിൽ നോട്ട് ബി 0. മനസ്സിലായോ? ബിക്കോസ് എല്ലാ ആറ്റംസും നമ്മുടെ ബോണ്ട് ആക്സിസിലൂടെ അല്ല പോകുന്നത്. സോ ദർ വിൽ ബി സം ഡിസ്റ്റൻസ്, ദെയർഫോർ IA cannot be equal to 0. Clear?
But about B and C is actually axis passing through center of gravity and about and perpendicular to A axis. Okay, നമ്മൾ രണ്ട് പ്ലെയിൻസ് രണ്ട് ആക്സിസ് ബിയും സിയും എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി സെയിം പോയിന്റിലൂടെയാണ് നമ്മൾ എടുക്കുന്നത്. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിൽ ബി സെയിം. Okay, so IB will be is equal to IC. So the condition for symmetric top will be IA is not equal to IB, but IB and IC are equal. And അതായത് നമ്മുടെ ലീനിയർ മോളിക്യൂളിൻ്റെ അതേ കണ്ടീഷൻ തന്നെയാണ്. IB is equal to IC. പക്ഷേ ലീനിയറിന് IA is equal to 0 ആയിരിക്കും. പക്ഷേ ഇതിന് എന്തായിരിക്കില്ല, IA will not be equal to 0. Clear? And this IB and IC will not be equal to IA. Okay? ഇതിനെ we have two more subdivisions for the symmetric top, and the first division is IA is less than IB is equal to IC. Okay, so ഇവിടെ not equal to എന്നേ പറഞ്ഞോളൂ. പക്ഷേ for the first kind of molecule, if IA is less than IB is equal to IC, then such molecules are known as prolate molecule, and if IA is greater than IB is equal to IC, then such molecules are called oblate molecule. Clear? So here the CH3F is an example of prolate molecule, and the example of oblate molecule is boron trichloride. This is example of what oblate kind of molecule. Clear? So for a boron trichloride, IA is equal to 2IB is equal to 2IC എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ IA IB IC-യേക്കാളും എന്തായിരിക്കും, ചെറുതായിരിക്കും. ക്ലിയർ? Now next is symmetric top molecule. For a symmetric top molecule, all the moment of inertia will be same. എല്ലാ moment of inertiaയും എന്താണ്, സെയിം ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ടെട്രാഹെഡ്രൽ മോളിക്യൂളായ CH4 മീഥെയിൻ മോളിക്യൂൾ. സോ ഫോർ മീഥെയിൻ മോളിക്യൂൾ IA is equal to IB is equal to IC. ക്ലിയർ? പക്ഷേ ഈ ഒരു സ്ഫിറിക്കൽ ടോപ്പ് മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ there will not be any dipole moment due to the symmetry of this molecule. നിങ്ങൾക്കറിയാം, മൂന്ന് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും മൂന്ന് ആക്സിസിലൂടെയുമുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെയിം ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ മോളിക്യൂളിന് ഒരു നല്ല സിമെട്രി ഉണ്ടെന്നാണ് അർത്ഥം, അല്ലേ? ഓരോ ആറ്റംസും സിമെട്രിക് ആയിട്ടാണ് ആ മോളിക്യൂൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് അർത്ഥം. അങ്ങനെ സിമെട്രിക് ആയ ഒരു മോളിക്യൂളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഡൈപോൾ മൊമെൻറ്റ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ആൻഡ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു ദ കണ്ടീഷൻ ഫോർ ഗെറ്റിംഗ് എ റൊട്ടേഷണൽ സ്പെക്ട്രം ഈസ് ദർ ഷുഡ് ബി എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. അതാണ് ഒരു ഡൈപോൾ മൊമെൻറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉള്ള മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ഫീൽഡുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പെക്ട്രം കിട്ടുന്നത്, ആണല്ലോ. പക്ഷേ ഒരു സ്ഫിറിക്കൽ മോളിക്യൂളിൽ ഡ്യൂ ടു സിമെട്രി ഓഫ് ദാറ്റ് മോളിക്യൂൾ ദിസ് റൊട്ടേഷൻ എലോൺ cannot produce any dipole change or dipole moment. There will not be any dipole moment. So rotational spectra is not observable in a spherical top molecule. Spherical top molecule won't give any rotational spectra. Clear? And the last category is asymmetric top molecule. So in which all the three moment of inertia are different. IA not equal to IB not equal to IC. First example is water molecule and vinyl chloride. Okay, so idana different classification of different kinds of molecules based on moment of inertias. Clear? ഇനി ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമുക്കൊരു റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടുന്നതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് എന്താണ്. അതായത് ഞാൻ പറഞ്ഞു energies are always quantized. E is equal to nh nu. Okay, so this energy may be translation energy, it can be rotational energy, vibrational energy, excitation and electronic energy, anything.
ഏത് എനർജി ആയാലും ആ എനർജി ലെവൽസ് എല്ലാം എന്തായിരിക്കും? ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. In this chapter, we are going to discuss about rotational energy levels. So, rotational energy levels will also be quantized. That is, only discrete values are possible for rotational energy levels. Clear? So, E1 കഴിഞ്ഞാൽ next E2 possible, next E3 possible. Clear? So, ഇതിൽ ഈ ഡിഫറെൻറ്റ് റൊട്ടേഷണൽ എനർജി ലെവൽസ് തമ്മിൽ ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി വിൽ ഗെറ്റ് റൊട്ടേഷണൽ spectrum. And this equation for rotational spectra of a molecule, or the condition for molecule, can be derived from solving the Schrodinger equation. നമുക്ക് Schrodinger equation solve ചെയ്തെടുത്താൽ we can find out the energy of a rotating molecule, and we can study about the transition between different rotational energy levels. Okay, അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? സോൾവിങ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. സോ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് ഇത് സോൾവ് ചെയ്തൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കുറച്ച് ക്വാണ്ടം മെക്കാനിക്സ് അറിഞ്ഞിരിക്കണം, കുറച്ച് എന്തായിരിക്കും, ഇത് കുറച്ചും കൂടി ടിഡിയസ് ആയിട്ടൊരു ടാസ്ക് ആണ്. സോ ഇൻ സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വി വിൽ ടേക്ക് ഓൺലി ദ റിസൾട്ട്. നമ്മൾ അതിൻ്റെ റിസൾട്ട് എടുത്തിട്ട് ആ റിസൾട്ട് വെച്ചിട്ട് സ്പെക്ട്രോസ്കോപ്പിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റേത് നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ റൊട്ടേഷണൽ സ്പെക്ട്രം കിട്ടാനുള്ള നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. സോ ഞാൻ പറഞ്ഞു homonuclear diatomic molecule have no permanent dipole moment, so they will not give any rotational spectrum, but heteroatomic diatomic molecule will give some rotational spectrum since they have what? They have permanent dipole moment. Okay, next is let's derive the equation for a diatomic molecule which is a rigid rotator. Okay, അപ്പോൾ ഒരു diatomic molecule എടുക്കുകയാണ്, having masses m1 and m2, and this is the bond between these two masses. Okay, and നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് we are considering this diatomic molecule as a rigid rotator. What I mean by rigid rotator, because ഇത് റൊട്ടേറ്റർ ആണ്, ബിക്കോസ് എബൌട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരു ആക്സിസിലൂടെ ഇത് കറങ്ങുകയാണെന്നിരിക്കട്ടെ. സോ ഇറ്റ് ഈസ് എ റൊട്ടേറ്റർ ആൻഡ് ഇറ്റ് ഈസ് റിജിഡ്. റിജിഡ് മീൻസ് ദിസ് ബോണ്ട് ലെങ്ത് ഇസ് ഓൾവൈസ് സെയിം. ബോണ്ട് എന്ന് പറയുന്നത് റിജിഡ് ആയിരിക്കും. സോ ഈ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നതേ ഇല്ല. ഇറ്റ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ്. അങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റിജിഡ് റൊട്ടേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, സോ ഹിയർ വി ഹാവ് വാട്ട്? We have a linear molecule, diatomic linear molecule having masses m1 and m2 separated by a distance r0. Okay, so since m1 is larger than m2, കണ്ടാൽ അറിയാം m1 ആണ് m2വിനേക്കാൾ കൂടുതൽ. So the center of gravity will shift towards m1. Okay, so here C is the center of gravity. Then I am taking the distance from C to m1 as r1 and C to m2 is r2. So r1 plus r2 is equal to r0. So r0 is r1 plus r2. Okay, now we are considering axis which is passing through C. Cയിലൂടെ ഒരു ആക്സിസ് പരിഗണിച്ചിട്ട് it is undergoing a end over rotation എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. If the axis is passing through the origin തന്നെ നമ്മൾ ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ then m1 r1 will be is equal to m2 r2. Moment will be same. നമ്മൾ +1 ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ m1 r1 will be is equal to m2 r2. ക്ലിയർ? ആൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ് വി ഹാവ് ദ ഇക്വേഷൻ ഫോർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇവിടെയാണ് ആക്സിസ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ് ഓരോ മാസിൻ്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, so with respect to this axis, moment of inertia of m1 will be m1 r1 square plus m2 r2 square. Okay, so I is equal to m1 r1 square plus m2 r2 square. Clear? This is equation number 3. ഇനി നമുക്ക് ഈ ഫുൾ ഇക്വേഷനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം. For that I am taking m1 r1 is equal to m2 r2,
which is equal to m2 into r2 is r0 minus r1. So m2 into r2 will be r0 minus r1. Okay, so the equation will become m1 r1 is equal to m2 into r0 minus r1. ഇനി ഈ m2 r1നെ നമ്മളിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, so right hand side അപ്പോൾ m2 r0. Now m1 will be m2 r0 divided by m1 plus m2. Clear? So I have derived the equation for r1. Similarly, ഈ ഇക്വേഷനിൽ ഞാൻ r1ന് പകരം r2 minus r0 minus r2 എന്ന് എടുത്തു കഴിഞ്ഞാൽ we will get the equation for r2 as m1 r0 divided by m1 plus m2. Clear? So we have derived the equation for r1 and r2 in terms of r0, because നമുക്ക് എപ്പോഴും അറിയാവുന്നത് the bond length ആയിരിക്കും. r0 ആണ് നമുക്ക് എപ്പോഴും അറിയാവുന്നത്. സോ നമ്മുടെ ഇക്വേഷനെ നമുക്കറിയാവുന്ന നോൺ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ക്ലിയർ? Now the equation number 3 will become m1 into r1 is m2 r0 by m1 plus m2 the whole square plus m2 into r2 is m1 r0 by m1 plus m2 the whole square. Okay, now expanding this term we will get m1 into m2 square r0 square by m1 plus m2 the whole square plus m2 m1 square r0 square by m1 plus m2 the whole square. Okay, ഇനി രണ്ട് ടേമിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? m1 ഉണ്ട്, m2 ഉണ്ട്, r0 square ഉണ്ട്, m1 plus m2 the whole square ഉണ്ട്. Okay, so I am taking m1 m2 by m1 plus m2 the whole square into r0 square ഞാൻ കോമൺ എടുത്തു. വാട്ട് ഇസ് റിമൈനിങ്? ഫസ്റ്റ് ടേമിൽ റിമൈനിങ് ഇനി എന്താ ഉള്ളത്? m1 m2 എടുത്തു. അപ്പോൾ ഇനി ഇവിടെ ഒരു m2 കൂടി ഉണ്ട്. സോ ദാറ്റ് ഇസ് m2 പ്ലസ് ഇവിടെ നിന്നും ഒരു m1 ഒരു m2 എടുത്തു. സോ റിമൈനിങ് is m1. So it will become m2 plus m1. m2 plus m1, m1 plus m2 the whole square cancel ചെയ്യുമ്പോൾ denominator there will be m1 plus m2. So this equation will become m1 m2 divided by m1 plus m2 into r0 square. Okay, so this term, that is m1 m2 divided by m1 plus m2, is taken as mu. So the equation will become I is equal to mu r square, where mu is a term containing both masses m1 and m2, m1 m2 by m1 plus m2, which is known as reduced mass. ഇതിൻ്റെ പേരാണ് reduced mass. So നോക്കുക, നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഡയറ്റോമിക്, രണ്ട് ആറ്റം ചേർന്നിട്ടുള്ള ഒരു ഡയറ്റോമിക് മോളിക്യൂളിലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് ഉണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ആക്സിസ് ഒരു മാസിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ mr സ്ക്വയർ ആണെന്ന് അറിയാം. ക്ലിയർ? പക്ഷെ നമുക്കിവിടെ രണ്ട് മാസം ഉണ്ട്. സോ രണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിച്ച് നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി mu r സ്ക്വയർ, വേർ ഇസ് mu ഇസ് ഈക്വൽ ടു m1 m2 by m1 plus m2. അതായത് ഇവിടെ നമ്മൾ mr സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം അതിനെ നമ്മൾ രണ്ട് മാസിൻ്റെയും കൂടി ടേമായ mu ആക്കി മാറ്റി. ഓക്കെ, സോ ഇറ്റ് വിൽ ബി m1 m2 by m1 plus m2. Clear? So this is called rigid rotator. So for a rigid rotator having two masses, it's a diatomic molecule, then the moment of inertia will be mu r square. Okay, thank you.